എനിക്കിപ്പോൾ 6 മാസം കൊണ്ട് 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ FAക്ക് 100 ഉണ്ട്, MAക്ക് 87, BTക്ക് ആണെങ്കിൽ 81, ലോക്ക് 90 ഉണ്ട്. ഫസ്റ്റ് ഞാൻ എന്തേലും +2 കഴിഞ്ഞപ്പോൾ തന്നെ എന്തേലും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പിന്നെ ഫസ്റ്റ് നഴ്സിംഗ് മെഡിക്കൽ ഫീൽഡിലായിരുന്നു നോക്കിയത്. നീറ്റിന് പോയി, അത് നടന്നില്ല. പിന്നെ ഒരു വർഷം നഴ്സിംഗ് നോക്കി, നഴ്സിംഗ് വിചാരിച്ച കോളേജ് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ അതും ക്യാൻസലായി. പിന്നെ എൻ്റെ ഓപ്ഷനിലുള്ളതെന്ന് വെച്ചാൽ CA ഇല്ലെങ്കിൽ ACCA. CA ആയിരുന്നു നോക്കിയത്. പിന്നെ ഒക്കെ അന്വേഷിച്ചപ്പോൾ ACC ആണ് കുറച്ചുകൂടെ കംഫർട്ട്. ഓരോ പേപ്പർ വെച്ച് എഴുതിയാൽ മതി. CA ഗ്രൂപ്പായിട്ട് എഴുതണമല്ലോ. അപ്പം ഇത് വേണ്ട, ഓരോ പേപ്പർ വെച്ച് എഴുതാൽ 13 പേപ്പർ കംപ്ലീറ്റ് ചെയ്താൽ അഫിലിയേറ്റ് ആവും. പിന്നെ അങ്ങനെ അന്വേഷിച്ച് അവസാനം ACC ആണെങ്കിൽ ബെറ്റർ ലക്ഷ്യമാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ വന്നു, അഡ്മിഷൻ എടുത്തു. ഇവിടെ ഫസ്റ്റ് ഞാൻ ഓരോ പേപ്പർ വെച്ചിട്ടാണല്ലോ പ്രതീക്ഷിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ കയറിയതിന് ശേഷമാണ് അറിയുന്നത് പുതിയൊരു സിസ്റ്റം ഉണ്ട്, 4 പേപ്പർ ഒന്നിച്ചാണ്. ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നോർമലാണ്, നടക്കുന്നു തോന്നി. അതായത് ഡെയിലി എടുക്കുന്ന അന്നന്ന് പഠിച്ചു പോയാൽ ഒരു നടക്കുന്നുള്ള രീതിക്ക് തോന്നി. അപ്പം ഡെയിലി സാർമാർ ക്ലാസ് എടുക്കും, പേപ്പർ എന്താ പറയുക ഷഫിളായിട്ടാണ് വരാം. അപ്പം ഒരു ബോറിങ് ഉണ്ടാവില്ല. ഒരാഴ്ച ഒരു പേപ്പറാണ്, അടുത്ത ആഴ്ച വേറൊരു പേപ്പർ എന്നുള്ള രീതിക്ക് ഷഫിളായിട്ട് വരുമ്പോൾ ഒരു ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചടപ്പും കാര്യങ്ങളൊന്നും വരില്ല. ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ കയ്യിൽ നിന്നല്ലോ പഠിക്കും, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാക്കൽറ്റീസിൻ്റെയോട് അല്ലെങ്കിൽ മെൻറ്ററോട് ചോദിച്ചാൽ അവർ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒപ്പം വേണമെങ്കിലും ചോദിക്കാനുള്ളൊരു രീതിക്കായിരുന്നു മെൻറ്റേഴ്സൊക്കെ. അതായത് ഇപ്പം നൈറ്റ് ആണെങ്കിലും അവർക്ക് ടെലിഗ്രാമിലും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചാൽ അപ്പോൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. സാർമാരായാലും ഓരോട് ചോദിച്ചാലും, അതിപ്പോൾ മെൻറ്റേഴ്സ് അവൈലബിൾ അല്ല, സാറോട് ചോദിച്ചാലും എന്ത് ചെയ്യും, സാർമാരും പ്രോപ്പർ സപ്പോർട്ട് ചെയ്തിരുന്നു. ക്ലാസ്സൊക്കെ നല്ല രീതിക്ക്, അതായത് നമുക്കൊക്കെ നല്ലോണം മനസ്സിലാകുന്ന രീതിക്ക്. പൊതുവേ കോമേഴ്സ് ഒന്നും എന്താണെന്ന് അറിയാതെ വന്നതാണ് ഞാൻ ഇവിടെ. അപ്പോൾ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ അറിയാവുന്ന രീതിക്കായിരുന്നു ഇവിടെ ഉള്ളത്. സാർമാരൊക്കെ അപ്പോൾ നല്ലോണം എന്തിരുന്നു പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റൊക്കെ എന്താണെന്ന് തന്നെ മനസ്സിലായി ഇവിടെ എത്തിയത്. കാരണം നോർമലി സയൻസിൽ നിന്ന് ആകെ ഇതൊന്നും കേൾക്കില്ലല്ലോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കുറേ ടേംസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെ. പിന്നെ സാർമാരും ഫാക്കൽറ്റീസിൻ്റെതായാലും അതേപോലെ മെൻറ്റേഴ്സിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.